നിങ്ങൾ ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് ഞാൻ തരാം എന്നുള്ള അതിശക്തമായൊരു വാഗ്ദാനവുമായിട്ടാണ് ഇന്ന് രാവിലെ കർത്താവ് നമ്മുടെ അരികിലേക്ക് വരുന്നത്. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാം. ഇത്രത്തോളം ഹൃദയം തുറന്ന് യേശു സംസാരിച്ച സമയങ്ങളിൽ അപൂർവമാണ് സുവിശേഷ ഭാഗങ്ങളിൽ. ഇന്ന് രാവിലെ ഈ ദൂത്, ഈ വചനം ഇങ്ങനെ വെളിപ്പെട്ട് വരുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഒരു പ്രാവശ്യം കൂടെ നീ വിശ്വസിച്ചുകൊണ്ട് ചോദിച്ചാൽ തരാൻ തക്കവിധം ഞാൻ റെഡിയാണ് എന്നുള്ള ദൈവത്തിൻ്റെ സമ്മതം അറിയിക്കലാണ് സത്യത്തിൽ ഇന്നത്തെ ഈ ശുശ്രൂഷ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉത്തരങ്ങളിലേക്ക് നമുക്കിനി ഒത്തിരി ദൂരം ഇല്ല കേട്ടോ. നമ്മുടെ പ്രാർത്ഥനകൾ മറുപടിയുമായി കണക്റ്റഡ് ആകാൻ ഇനി ഏതാനും സമയമേ ഉള്ളൂ. നിങ്ങൾ വിശ്വസിച്ചു തുടങ്ങിയതും നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയതും നിങ്ങളുടെ കൈകളിൽ എത്താൻ നേരമായിരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എൻ്റെ എല്ലാ സ്നേഹനിധികളായ സഹോദരങ്ങളെയും യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം മുതൽ വായിക്കട്ടെ. നമുക്കതിൻ്റെ 18 തൊട്ടുള്ള വചനം വായിക്കാം. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നു. യേശുവിന് വിശന്നു എന്ന് എഴുതിയിരിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ദൗത്യം ആരംഭിച്ചത് വിശപ്പിൽ നിന്നാണ്. 40 ദിവസം ഉപവസിക്കവേ യേശുവിന് വിശന്നു. ആ സമയം പിശാച് കല്ലപ്പമാകാൻ പറക എന്നൊക്കെ പറഞ്ഞുള്ളതായ സംവിധാനങ്ങളൊക്കെ ആയിട്ട് കർത്താവിൻ്റെ അരികിൽ വരുന്നുണ്ട്. യേശു എന്തായാലും പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കും. നമ്മുടെ കർത്താവ് നന്നായിട്ട് വിശന്നവനാണ്. അതുകൊണ്ട് വിശക്കുന്നവൻ്റെ വേദന യേശുവിനറിയാം. ദൈവമെന്ന നിലയിൽ എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ നഗ്നനായിരുന്നു എന്നും പറയുന്നത് യേശുവിനെ സംബന്ധിച്ചുള്ള യേശു ഒരു നാണക്കേടായിട്ടല്ല പറയുന്നത്. തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ യേശു ഇത് പറയുമ്പോൾ നമുക്കൊരു ധൈര്യമാണ്. നമ്മുടെ ഏത് കെട്ട കാലത്തെ വേദനയും നമ്മുടെ കർത്താവിന് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് പറയുന്നേ. നമ്മളെപ്പോലെ വേദനകൾ അനുഭവിച്ച ഒരുവനാകയാൽ നമ്മുടെ ആവശ്യങ്ങളും അവസ്ഥകളും നമ്മുടെ ബലഹീനതകളിൽ ഒരു സഹതാപ മനസ്കത കാണിക്കാനുള്ളതായ ഹൃദയവിശാലതയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം നിങ്ങൾ അനുഭവിക്കുന്നതിന് മുന്നവേ അതിൻ്റെ വേദന അറിഞ്ഞവൻ പറയുന്നു, ഞാൻ വേണ്ടത് ഒരുക്കിക്കൊള്ളാം. ഇന്ന് രാവിലെ എൻ്റെ അവസ്ഥ അറിയുന്നത് കൊണ്ടും അനുഭവിച്ചത് കൊണ്ടും, അറിയുന്നത് കൊണ്ട് മാത്രമല്ല അനുഭവിച്ചത് കൊണ്ടും കൂടിയാണ് യേശു പ്രവർത്തിക്കുന്നത്. ആ വാക്കെല്ലാവരും ഒന്ന് പറയണം. യേശു എല്ലാം അറിയുന്നത് കൊണ്ട് മാത്രമല്ല പ്രവർത്തിക്കുന്നത്. എൻ്റെ യേശു എൻ്റെ അവസ്ഥയെ അറിയുന്നത് കൊണ്ടും ഈ അവസ്ഥയുടെ നടുവിലെ ഒരു മനുഷ്യൻ എന്ന നിലയിലുള്ള എൻ്റെ പ്രയാസം എത്ര വലുതാണെന്നുള്ളത് ഒരു മനുഷ്യനായിട്ട് ഇങ്ങോട്ട് വന്ന് യേശു നേരിട്ട് അത് അനുഭവിച്ചത് കൊണ്ടും എനിക്ക് വേണ്ടി തൻ്റെ പ്രവൃത്തിയെ അയക്കും. ഞാൻ ധൈര്യമായിട്ട് നിങ്ങളോട് പറയുന്നു, അറിവും അനുഭവവും ഉള്ളവൻ പറയുന്നു, ഞാൻ പ്രവർത്തിക്കാം. ഇന്ന് രാവിലെ പ്രശ്നങ്ങളുടെ മുമ്പിൽ, കലങ്ങി മറിയുന്ന സാഹചര്യങ്ങളുടെ മുമ്പിൽ വേദനിക്കുന്ന ഹൃദയവുമായി ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കർത്താവിൻ്റെ കുഞ്ഞെ യേശു പ്രവർത്തിക്കാൻ പോകുന്നു. എന്നിട്ട് യേശു വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അപ്പോൾ തൊട്ടരികത്ത് വിശന്നു നിന്ന കർത്താവ് ഒരു അത്തിപ്പഴമെങ്കിലും കഴിക്കാമെന്ന് കരുതി ഒരു അത്തിമരത്തെ നോക്കുകയാണ്. അതിൻ്റെ അടുത്ത് ചെന്നു. അതിൽ നിന്ന് ഒന്നും കണ്ടില്ല. അതായത് ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ നിന്ന് ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ഒരു ഇടിയാ ചേക്കുന്ന മരത്തിൻ്റെ അവസ്ഥയാണ് യേശുവിൻ്റെ വായിലൊരു വാക്ക് വന്നപ്പം. ഒരു മരം പെട്ടെന്ന് ഉണങ്ങിപ്പോകണമെങ്കിൽ ഒന്നെങ്കിൽ വെള്ളടി വരണം. ആ സമയത്ത് ആ മരം പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നത്. ഇൻസ്റ്റൻ്റായിട്ടൊരു മരം കത്തി അമർന്നു പോകണമെങ്കിൽ ആ വായിന്ന് വന്ന വാക്കിൻ്റെ പവർ എന്നതാ എൻ്റെ പൊന്നെ. എന്നാലോചിച്ച് നോക്കിക്കേ. യോഹന്നാൻ ശ്ലീഹ പത്മോസിൽ യേശുവിനെ കണ്ട ശേഷം ഇങ്ങനെ പറയുന്നുണ്ട്, അവിടുത്തെ അധരത്തിൽ നിന്നും ഇരുവായ്ത്തലയുള്ള വാളാണ് പുറപ്പെടുന്നതെന്ന്. കർത്താവിൻ്റെ കുഞ്ഞെ, നിനക്ക് വിരോധമായി നിൽക്കുന്ന മേഖലകളോട് അവിടുത്തെ വാ തുറന്ന് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ചാരമായി പോകും. നമ്മുടെ കർത്താവിൻ്റെ അധരത്തിൽ നിന്ന് ഒരു വാക്ക് ചലിച്ചാൽ ചാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വരേണ്ടവർ എഴുന്നേറ്റ് വരും. ഏത് തലക്കനമുള്ളവനും ചാരമാകുകയും ചെയ്യും. ഇലക്കനങ്ങളുടെ പ്രൗഢി കാണിച്ച് ഫലമില്ലാതെ ഇങ്ങനെ വഴിവക്കിലിങ്ങനെ വിഹരിച്ച് നിന്ന അത്തിമരത്തെയാണ് ശപിക്കുന്നത്. സത്യത്തിൽ ഇത് യഹൂദ ജനതയോടുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുന്നത്. കാരണം ബൈബിളിൽ മരങ്ങൾ യഹൂദ ജനതയുടെ അവസ്ഥകളെയാണ് വിവരിക്കുന്നത്. മുന്തിരി എന്ന് പറയുന്ന അവൻ്റെ ആത്മീയ അവസ്ഥയാണ്, അല്ലെങ്കിൽ മതാവസ്ഥയാണ്. അപ്പോൾ തന്നെ ഈ അത്തി എന്ന് പറയുന്ന അവരുടെ രാഷ്ട്രീയ സാഹചര്യമാണ്. അപ്പം അത്തി യഹൂദൻ്റെ രാഷ്ട്രീയ അവസ്ഥയും മുന്തിരി അവൻ്റെ മതാവസ്ഥയും കാണിക്കുകയാണ്. അപ്പോൾ ഈ വിധത്തിൽ നിലനിൽക്കുന്ന യഹൂദ ജനതയോട് ദൈവത്തിൻ്റെ ന്യായവിധിയാണ് ഇവിടെ നടത്തുന്നത്. കർത്താവായ യേശു അത്തിയെ ശപിച്ചു എന്ന് കരുതി നാളെ തൊട്ടങ്ങ് ശപിച്ചേക്കാം എന്നാരും വിചാരിക്കരുത്. ശാപം നമുക്കുള്ളതല്ല, നമ്മൾ അനുഗ്രഹിക്കേണ്ടവരാണ്.
അതുകൊണ്ട് നമ്മുടെ വായിന്ന് അനുഗ്രഹമേ വരാവൂ, ബ്ലെസ്സിങ്ങേ വരാവൂ. യേശു ഇവിടെ ശപിച്ചു എന്ന് പറഞ്ഞാൽ യേശു പ്രാഗി എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെയുള്ളത്. ന്യായവിധി നടത്തുന്ന ദൈവമായിട്ട് യേശു തൻ്റെ ദൈവത്വത്തിൽ അത് ചെയ്തു എന്നുള്ളതാണ്. കാരണം ദൈവം ഫലം അന്വേഷിക്കുന്ന സമയത്ത് ഒരു ഫലം പോലും കൊടുക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നിരവധി ചില്ലകൾ, യഹൂദൻ എന്ന് പറയുന്ന അത്തിമരത്തിന് 12 ചില്ലകളുണ്ട്. അത് 12 ഗോത്രങ്ങളാണ്. ആ 12 ഗോത്രങ്ങളിലും ദൈവം ഉദ്ദേശിച്ച ഒരു ഫലവും ആർക്കും കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആത്മീക മർമ്മം. ഇത് മറക്കരുത്. യഹൂദൻ എന്ന അത്തിമരത്തിൽ 12 ചില്ലകളാണ്. ആ 12 ചില്ലകളിൽ കായ്ച്ചൊലിഞ്ഞ് നിൽക്കാൻ തക്കവിധം ദൈവം അനുഗ്രഹിച്ച ഈ പ്രസ്തുത യഹൂദൻ എന്ന് പറയുന്ന ജനതയുടെ ഒരു ഗോത്രത്തിലും ആർക്കും ദൈവം ഉദ്ദേശിച്ച വിധത്തിലുള്ള ഒരു ഫലവും കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ തോട്ടക്കാരൻ നട്ടവൻ ഫലം തേടി വരുമ്പോൾ ഒന്നും കൊടുക്കാതെ വന്നപ്പോൾ അവിടുന്ന് അതിൻ്റെ മേൽ നടപടി നടത്തി. തൻ്റെ വായിലെ വാക്കാണ് തൻ്റെ വാള്, തൻ്റെ ആയുധം. ആ വാക്കിനാൽ യേശു ആ മരത്തെ ഇല്ലാതാക്കുകയാണ്. അതായത് നിന്നിൽ നിന്ന് ഇനി ആരും ഒരു നാളും ഭക്ഷിക്കാതെ പോകട്ടെ. കാരണം നട്ടവനായ ഞാനല്ലേ ഭക്ഷിക്കണ്ടേ, എനിക്ക് കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് നിന്നിൽ നിന്ന് ഇനി ഒരു നാളും ആരും ഭക്ഷിക്കാതെ പോകട്ടെ. പല മനുഷ്യരും ഇങ്ങനെയാണ്, ഭയങ്കര പ്രൗഢിയാണ്, പക്ഷെ ഒരു ഫലവും അവരുടെ ജീവിതത്തിലില്ല. ഈ പുറമേയുള്ളതായ ചമയങ്ങൾക്കപ്പുറമായിട്ട് ഉള്ളിൽ സ്നേഹത്തിൻ്റെ ഫലങ്ങൾ വേണം, ദൈവിക കൃപകളുടെ ഫലവാരികൾ വേണം. ഇതൊന്നുമില്ലാതെ നമ്മൾ പുറമേ കാണിക്കുന്ന യാതൊരുവിധമായ കോലാഹലങ്ങൾ കൊണ്ട് ഒരു കാര്യവുമില്ല. യേശു ഈ പറയപ്പെടുന്ന അത്തിയെ ശപിച്ചു. ശ്രദ്ധിച്ചു കേൾക്കുക, ഇത് കർത്താവായ യേശു തൻ്റെ ദൈവത്വത്തിൽ ചെയ്ത ശുശ്രൂഷയാണ്. മനുഷ്യനായിരിക്കുന്ന യേശുവിന് വിശന്നു. താൻ അന്വേഷിച്ചു യഹൂദൻ എന്ന് പറയുന്ന അത്തിയെ, ഒന്നും കണ്ടില്ല. തൻ്റെ ദൈവിക അധികാരത്തിൽ അവനെ ആ സ്ഥാനത്ത് കായ്ച്ചൊലിഞ്ഞ് പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ഈ പറയപ്പെടുന്ന അത്തിയെ ശപിക്കുന്നു. വസന്തകാലം വരുന്നതിന് മുമ്പ്, സത്യത്തിൽ ചിലർ പറയും അത് അത്തിമരത്തിൻ്റെ സീസൺ അല്ലായിരുന്നു, പക്ഷേ എന്നാൽ പോലും വരാൻ പോകുന്നത് വസന്തകാലമാണ്. വസന്തകാലത്തിൻ്റെ മുന്നോടിയായിട്ട് അത്തിയിൽ 1-2 കായെങ്കിലും ഉണ്ടാകുക എന്ന് പറയുന്നത് യഹൂദ നാടിൻ്റെ ഒരു വിശേഷണമാണ്. അപ്പോൾ വരാൻ പോകുന്നൊരു വസന്തത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് ഒരു കായെങ്കിലും അവനിൽ കാണണമെന്നുള്ളത് ഈ സസ്യശാസ്ത്രപ്രകാരം ആ ജനതയുടെ മേൽ അല്ലെങ്കിൽ ആ മരത്തിൻ്റെ മേലുള്ളതായ ഒരു പ്രാപഞ്ചിക നിയമമാണ്, പ്രകൃതി നിയമമാണ്. എന്നാൽ അവൻ വസന്തമൊന്നും അറിഞ്ഞില്ല. ഏതാ സത്യത്തിൽ വസന്തം? അത് വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കാൽവറി മരണത്തിൻ്റെ പുനരുദ്ധാനമാണ്. ദൈവവചനത്തിലെ വസന്തകാലം അതാണ്. യേശുക്രിസ്തു മരണത്തെ ജയിച്ച് പുനരുദ്ധാനം ചെയ്യുന്നതാണ്. പരിശുദ്ധാത്മാവ് മാളികമുറിയിലേക്ക് വരുന്നത്, പെന്തക്കോസ്തിൻ്റെ സന്തോഷം ലോക ജനതകളിലേക്ക് ദൈവകൃപയുടെ പങ്കുവെക്കൽ, ഇതൊക്കെയാണ് വരാൻ പോകുന്ന വസന്തം. പക്ഷേ ഇതൊക്കെയൊക്കെ മുന്നോടിയായിട്ട് ഈ ജനതയുടെ മേൽ ദൈവം അന്വേഷിക്കുന്ന ഫലങ്ങൾ കിട്ടാതെ പോയി. ഒത്തിരി വിവരിക്കുന്നില്ല, കാര്യത്തിലേക്ക് വരാം. അപ്പോൾ യേശു ശപിച്ചു. ഉടനെ തന്നെ അത് ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി. എത്ര തഴച്ചു നിൽക്കുന്നതും കർത്താവ് ഇടപെട്ടാൽ ഉണങ്ങും കേട്ടോ. അതുകൊണ്ട് എത്ര പ്രബലനും എത്ര ബലവാനും എത്ര ശക്തനും ജീവിതത്തിൻ്റെ ഏത് പെരുവഴിയിൽ തല ഉയർത്തി നിൽക്കുന്നവനും ആരും കണ്ടാലൊന്ന് നോക്കിപ്പോകുന്ന വിധത്തിൽ അത്രത്തോളം പ്രൗഢിയുള്ളവനും തമ്പുരാൻ്റെ വായിലെ വാക്കിന് മുമ്പിൽ ഒരുപിടി ചാരമായി പോകുമെന്നുള്ള കാര്യം മറന്നുപോകല്ല. എന്നിട്ട് താഴ്ത്തു വന്നേ, ശിഷ്യന്മാർ അത് കണ്ടാറെ അത്ര ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെയെന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അപ്പോഴാണ് യേശു ഈ വാക്ക് പറയുന്നത്, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും. യേശു പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പം ഈ അത്തിയിൽ കണ്ട കാര്യം നിങ്ങളും കാണും. എന്നിട്ട് പറയുന്നു, എന്ന് മാത്രമല്ല തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ആ മലയെ ചൂണ്ടിക്കാട്ടിട്ട് യേശു പറയാണ്, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. താങ്ക് യു ജീസസ്. എന്നിട്ട് യേശു പറയാണ്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ്. പ്രാർത്ഥന അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നീ പ്രാർത്ഥനയിൽ യാചിക്കുന്നത് എന്തും ഞാൻ നിനക്ക് തരും. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പ് പറയുന്നു. ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിക്കുന്നത് എനിക്ക് കിട്ടും എന്ന് ഉറപ്പിക്കുക. അതും മാറിപ്പോത്തില്ല. ഞാൻ പറയുന്ന പോലെ സംഭവിക്കുമെന്നൊന്ന് വിശ്വസിച്ചേ. എൻ്റെ വായിൽ എൻ്റെ കർത്താവ് നട്ടേക്കുന്ന നാക്ക് ഫലം സൃഷ്ടിക്കേണ്ട വൃക്ഷമാണ്. അത് വെറും പൊട്ടയത്തിയല്ല. ഇനിയാണ് കാര്യങ്ങളുടെ കഴമ്പ് മനസ്സിലാക്കേണ്ടത്. ദൈവം നട്ടേക്കുന്ന ഈ നാവ് ഫലമുണ്ടാക്കേണ്ട വൃക്ഷമാണ്. തമ്പുരാൻ തിരയുമ്പോൾ ഈ നാവിൽ ഫലം ഉണ്ടാക്കണം. ഇതുകൊണ്ട് ഫലം കിളിർപ്പിക്കണം. ആ ഫലം കിളിർപ്പിക്കുന്നത് വിശ്വാസത്താലും പ്രാർത്ഥനയാലുമാണ്. ജീവിതത്തിൽ പലതും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അങ്ങനെ ഇരുന്നു പോകത്തേ ഉള്ളൂ. സൃഷ്ടിക്കാൻ ഞാൻ തയ്യാറാകുന്നു കർത്താവേ എന്ന് പറഞ്ഞ് ഇല്ലാത്തത് ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം വാ തുറന്ന് വിളിച്ചു പറയാൻ തുടങ്ങുന്ന സമയം തൊട്ട്
കാര്യങ്ങളുണ്ടാകും. എന്നതൊക്കെ ഉണ്ടാകും? വേണ്ടതെല്ലാം ഉണ്ടാകും. ഇവിടെ ഒരു കാര്യവും പ്രത്യേകമായിട്ട് പറയുന്നില്ല. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും കിട്ടും. അപ്പോൾ എന്ത് യാചിച്ചാലും ലഭിക്കുമെങ്കിൽ എന്തെല്ലാം യാചിക്കാം? വേണ്ടതെല്ലാം യാചിക്കണം. വീടില്ലേ? വീട് കിട്ടുന്നേ. സമാധാനമില്ലേ? സമാധാനം കിട്ടും. സൗഖ്യമില്ലേ? സൗഖ്യം കിട്ടും. നിന്റെ ഭാവി വഴിയാധാരമായി പോയതുപോലുള്ള സങ്കടത്തിലാണോ? വിശ്വസിച്ചുകൊണ്ട് പറ, എനിക്കൊരു ഭാവി വഴി തുറക്കുന്നെന്ന്. നടക്കും. വിശ്വാസത്തിന്റെ ഫലം നടക്കും, ഉണ്ടാകും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു, ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നു. അധരങ്ങളുടെ ഫലം ഞാൻ സൃഷ്ടിക്കും. അങ്ങനാണെങ്കിൽ ജീവന്റെയും മരണത്തിന്റെയും അധികാരം നാവിലാണെങ്കിൽ വാക്കിന്റെ ശക്തിയാണ് ഇന്ന് ദൈവം തിരയുന്ന ഫലം. ആമേൻ. ദൈവം നിങ്ങളിൽ നിന്നും തിരയുന്ന ഫലം അതാണ്. നിങ്ങളുടെ പട്ടിണി നിങ്ങളുടെ ഫലമില്ലായ്മ നിമിത്തമാണ്. ആ ധാരാളിത്തത്തിലേക്ക് കടക്കേണ്ടതിന് പകരം ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുകൂടാതെ സ്വന്തം ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങളെ പോലും പണിതുയർത്താതെ എവിടേക്കാണ് ഈ മാറി ഓടി പോകുന്നത്? ഉത്തരവാദിത്തങ്ങൾ ദൈവം നിങ്ങളെയാണ് ഏൽപ്പിച്ചത്. ദൈവം ഫലം കായ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിന്നെ നട്ടപ്പോൾ തന്നെ നീ ഫലം കായ്ക്കാനുള്ള സംവിധാനത്തോടെയാണ് നിന്നെ വിട്ടേക്കുന്നത്. ഇവിടെ കയച്ചപ്പോൾ തന്നെ എല്ലാം ഒരുക്കിയിട്ടാണ് വിട്ടേക്കുന്നത്. ഇനി ബാക്കിയുള്ളത് വിപുലപ്പെടുത്തി എടുക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നേ. നിങ്ങളുടെ കയ്യിൽ ഈ കേൾക്കുന്ന ദൈവവചന നിമിത്തം ചിലത് ചോദിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാകട്ടെ. ചിലത് കർത്താവിനോട് ഇന്ന് പറഞ്ഞു മേടിക്കാനുള്ള ഒരു ചുണയുണ്ടാകട്ടെ. യേശു പറയുന്നു, നിങ്ങൾ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് കിട്ടും. ഇന്നതെന്നില്ല, എന്ത് യാചിച്ചാലും കിട്ടും. ആ എന്തും എന്ന് പറയുന്നതിനകത്ത് എന്തു വേണമെന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തം കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. നിന്റെ വീട്ടിൽ നിന്ന് എന്തു വേണം? നിങ്ങൾക്ക് എന്തു വേണം? നിന്റെ കൊച്ചിന് എന്ത് വേണം? നിന്റെ ജീവിതം സന്തോഷമായി തീരാൻ എന്ത് വേണം? അത് നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാം. നിങ്ങളാണ് ചോദിക്കേണ്ടത്. നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ തരുമെന്നാണ് യേശു പറയുന്നത്. നിങ്ങൾ ചോദിക്കായികയാൽ കിട്ടുന്നില്ല. നിങ്ങൾ ചോദിച്ചു തുടങ്ങൂ, ലഭിക്കും. തരുന്ന നല്ല നാഥൻ നിങ്ങളോട് പറയുന്നു, എന്നെക്കൊണ്ട് നീ ആവശ്യപ്പെടുന്ന കാര്യം ചെയ്തു തരാൻ ഞാൻ വിശ്വസ്തനെന്ന് ഉറച്ചുകൊണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി നീ ചോദിക്കുന്ന കാര്യം ഞാൻ നിനക്ക് അനുവാദിക്കും. ഇന്ന് രാവിലത്തെ ദൈവാലോചനയുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, എന്തും തരുവാൻ തുറന്നിരിക്കുന്ന കൈകളിലേക്ക് നോക്കി ധൈര്യത്തോടെ ചോദിക്കുക. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ദൈവാലോചനയുടെ മുമ്പിൽ ഞങ്ങളുടെ ഹൃദയം തുറന്ന് ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പൊന്നോമന മക്കൾ ദൈവസന്നിധിയിൽ ഇന്ന് പകൽ പ്രാർത്ഥിച്ച് തിരുമുമ്പാകെ ചോദിക്കുന്നതെല്ലാം ഇവർക്കുണ്ടായി വരട്ടെ. ഭവനങ്ങൾ, ജീവിത സൗകര്യങ്ങൾ, ചുറ്റുപാടുകൾ, സകലവിധമായ സാമ്പത്തിക ഉന്നമനത്തിൻ്റെ മേഖലകളും ബുദ്ധിമുട്ടുകളിൽ കകുത്ത ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് നദി ഒഴുകുന്ന സന്തോഷകരമായ സാഹചര്യങ്ങൾ, കുടുംബത്തിൽ സമാധാനം, വ്യക്തികൾക്ക് രൂപാന്തരം, ആത്മീക അഭിവൃദ്ധി, സന്തോഷകരമായ ഉയർച്ച, അങ്ങനെ ഒരു ദൈവ പൈതൽ എന്തെല്ലാം ആഗ്രഹിക്കുന്നു അതൊക്കെയും നൽകുന്ന നല്ല നാഥൻ ഇന്നത്തെ ഈ ദൂത് കേട്ട അങ്ങയോട് അപേക്ഷിക്കുന്ന എല്ലാ മക്കൾക്കും ഇവരുടെ നിയോഗങ്ങൾ അനുസൃതമായി ഇവർ തിരുമുമ്പിൽ വെക്കുന്ന കർത്താവ്യ പ്രാർത്ഥനകൾക്ക് ഉത്തരങ്ങൾ നൽകി ഇവരെ ആദരിക്കണമേ. തിരുസന്നിധിയെ പറഞ്ഞിരിക്കുന്ന അങ്ങയുടെ നാമം ഉരുവിട്ടുകൊണ്ട് ഇവർ അപേക്ഷിക്കുന്ന ഏത് കാര്യത്തിലും ഇന്നിവർക്ക് ഉത്തരം നൽകുമാറാകണമേ. യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ. നാളെ നമുക്ക് കോട്ടയത്ത് IMA ഹാളിൽ രാവിലെ കൃത്യം 9:30 തന്നെ ആരാധനയുണ്ട്. എല്ലാ ദൈവമക്കളും കടന്നു വരാൻ നേരത്തെ തന്നെ ശ്രമിക്കുക. കർത്താവിൻ്റെ തിരുമേശയുടെ സന്തോഷവും നമുക്ക് അനുഭവിക്കാൻ ദൈവം കൃപയൊരുക്കുന്നു. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കർത്താവിൻ്റെ കൃപ കൂടുതലായിട്ട് അനുഭവിക്കാം. ഇന്ന് പകൽ മുഴുവൻ നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.